ആയി മോളെ, നീ വിളക്ക് വെച്ച് കഴിഞ്ഞു? കഴിഞ്ഞമ്മേ. മോളെല്ലാവർക്കും കാപ്പി കൊണ്ടുകൊടുക്കും. My dear friends, good morning. അച്ഛാ, കാപ്പി. മോളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ ഈ വീട്ടുജോലിക്ക് ചെയ്തതെന്ന്? ഇവിടുത്തെ വേലക്കാരൊക്കെ എവിടെ? അവരെ കുറ്റപ്പെടുത്തണ്ട അച്ഛാ, എല്ലാം ഞാൻ അറിഞ്ഞോണ്ടാ ചെയ്യുന്നത്. വീട്ടുജോലികൾ വീട്ടിലുള്ളവർ ചെയ്താലെന്താ? അച്ഛന് കുളിക്കാൻ വെള്ളം ചൂടായിട്ടുണ്ട്. ഞാൻ വരുന്നു മോളെ. വക്കീൽ സാർ, വക്കീൽ സാർ, വക്കീൽ സാർ, ഗുഡ് മോർണിംഗ്. കോഫി. എന്നെ നേരത്തെ വിളിക്കണമെന്നല്ലേ നിന്നോട് പറഞ്ഞത്? ചേട്ടൻ കിടന്നപ്പോ 2 മണി കഴിഞ്ഞില്ലേ? കുറച്ചുകൂടെ ഉറങ്ങിക്കോട്ടെന്ന് വെച്ചു. ഉറക്കത്തിനേക്കാൾ ഗൗരവമുള്ള കാര്യത്തിനാണ് എനിക്ക് പോകേണ്ടത്. ഓ, അത്രയ്ക്ക് വലിയ ഗൗരവമുള്ള കാര്യമാണെങ്കിൽ വീട്ടിലേക്ക് എന്തിനാ വരുന്നത്? കോടതിയിൽ തന്നെ കിടന്നുറങ്ങിയാ പോരെ? പോകേണ്ടത്. എന്താ പറഞ്ഞ എന്താ എന്താ പറഞ്ഞ എന്താ പറഞ്ഞ പോ. ആരെന്നാ? SI അദ്ദേഹത്തിന്റെ ഒരു നോട്ടപ്പുള്ളിയാണേ. കാപ്പിയും കൊണ്ട് വന്നതാ. ഓ, മനുഷ്യൻ കിടന്ന് ഉറങ്ങാനും സമ്മതിക്കുകയല്ല, കീപ്പി കൊണ്ട് വന്നേ. സാറേ, ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ സ്പെഷ്യൽ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഉറക്കമാണോ? നീ പോടി. സമയത്തായി 7. കാപ്പി പൊടി. നിന്റെ ഒരു കാപ്പി. ഈ കള്ളന്മാരുടെയും കൊലപ്പുള്ളികളുടെയും കൂടെ ഒക്കെ ഇടപെട്ട് കൊച്ചിട്ടിന് വീട്ടിൽ വന്നാൽ അതേ സ്വഭാവമാ. ഇത് പോലീസിന്റെ സ്വഭാവം തന്നെ. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരുമോ? വരാം മാഡം. വരാമെന്ന് പറഞ്ഞാ പോരാ, വാക്ക് പാലിക്കണം. ലക്ഷ്മി,
ഞാൻ എപ്പോഴെങ്കിലും വാക്ക് പാലിക്കാതിരുന്നെങ്കിൽ അത് നിന്നോട് മാത്രമാണ്, മനഃപൂർവ്വമല്ല. എന്റെ ഡ്യൂട്ടിയെ കുറിച്ച് നിനക്കറിയാമല്ലോ. ഈ ഡിപ്പാർട്ട്മെന്റിൽ ഡ്യൂട്ടി നോക്കുന്നത് പോലെ തന്നെ കുടുംബത്തിലും ചില ഡ്യൂട്ടി ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത്. കുടുംബത്തിന്റെ ഡ്യൂട്ടി ഞാൻ കറക്റ്റായിട്ട് നോക്കിയത് കൊണ്ടല്ലേ മിടുമിടുക്കരായ 3 മക്കൾ. അയ്യോ, പിള്ളേർ അപ്പുറത്തുണ്ടെന്ന്. ഞാൻ പോകുന്നു. എന്താണ് ഈ കാണിക്കുന്നത്? യുവർ ഓണർ, പ്രായപൂർത്തിയായിട്ടും വിവാഹത്തിന് സമ്മതിക്കാതെ ഒരു കാമുകിയുടെ പിന്നാലെ ചുറ്റിത്തിരിയുന്ന ഭയങ്കരനാണ് ഈ പ്രതി. അവളുടെ ഒരു യുവറാണ്. ഊരി വെക്കാനാണ് രാവിലെ അവളുടെ ഒരു കളി. നിന്നോട് പറഞ്ഞാൽ മനസ്സിലായി. എന്നും നേരം മനസ്സിലാവില്ല. പോയി. നിനക്കൊരു സ്പെഷ്യൽ ഡ്യൂട്ടിയാണല്ലേ? അതെ, കള്ളക്കടത്തുകാർക്ക് ആയുധം ഉണ്ടായി കൊടുക്കുന്ന ഒരു റൗഡിയുണ്ട്, തീപ്പൊരി തങ്കപ്പൻ. അവനൊരു അറസ്റ്റ് വാറന്റുണ്ട്. എന്റെ പ്രതിയായതുകൊണ്ട് എനിക്ക് തന്നെ ഡ്യൂട്ടി. തങ്കപ്പന് മുൻകൂർ ജാമ്യം എടുക്കാനാണ് ഞാൻ കോടതിയിൽ പോകുന്നത്. പിന്നെ എങ്ങനെ ഇവർ അറസ്റ്റ് ചെയ്യുന്നത്? ഈ തങ്കപ്പൻ എന്ന് പറഞ്ഞ ആളെ നിനക്ക് മുമ്പ് പരിചയമുണ്ടോ? എനിക്ക് പരിചയമില്ല. പക്ഷെ അവന് വേണ്ടി ഇടപെട്ടിരിക്കുന്നത് മിസ്റ്റർ അലക്സാണ്ടർ. അലക്സാണ്ടർ? അതാര്? ഇവിടുത്തെ സ്റ്റാർ ഹോട്ടലിന്റെ ഉടമസ്ഥൻ. ഏത് സ്റ്റാറുകാരനായാലും ശരി, അവനെ ഇന്ന് അകത്താക്കാതെ ഞാൻ ഈ വീട്ടിലോട്ട് വരികയല്ലേ. എടാ, ഞാനാണെങ്കിൽ നീ അവനെ അറസ്റ്റ് ചെയ്യാൻ ചെല്ലുമ്പോൾ അവന്റെ കയ്യിൽ കോർട്ടിൽ ഓർഡർ കാണും. എടാ മോനെ, നിന്റെ ഈ വേഷം യുക്തിയുടേത് മാത്രമാണ്. നീ വിചാരിച്ചാൽ ചിലപ്പോ നിരപരാധികളെ കഴുകുമരത്തിലേറ്റാനും കൊലപാതകളെ വിട്ടയക്കാനും കഴിയും. പക്ഷേ എന്റെയും ഇവന്റെയും വേഷം യുക്തിയും ശക്തിയും ചേർന്നതാണ്. നിന്റെ മുൻകൂർ ജാമ്യം ഉണ്ടല്ലോ, അതിന് ഞങ്ങളുടെ മുമ്പിൽ ചിലപ്പോ ഒരു ചിലന്തി വലയുടെ ബലം പോലും ഉണ്ടാവില്ല. അച്ഛൻ എപ്പോഴും ഇളയമോന്റെ വശത്താണല്ലോ. ശരി, ഇവന്മാർ രണ്ടുപേരും എനിക്ക് ഒരുപോലെയല്ലേ? എനിക്ക് വേറെ ആരെങ്കിലും ഉണ്ടോ? അപ്പൊ അച്ഛൻ തന്നെ വേണ്ടേ? നിന്നെ അല്ലേടി മോളെ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടത്. സമയം എത്രയായെന്നറിയാമോ? ഞാൻ പോട്ടേച്ചാ. ഞാൻ പറഞ്ഞത് അങ്ങനെ തനിയങ്ങ് പോയാലോ? ഓ, സത്യമ്മേ, ഏട്ടാ ബൈ. റാണി, നീ ഞങ്ങളുടെ കൂടെ പോരുന്നതാണ് നല്ലത്. ഞാൻ വരാലോ. ഈ 2 പ്രതികൾക്കും ഏതെങ്കിലും കല്യാണ മണ്ഡപത്തിൽ വെച്ച് തക്കതായ ശിക്ഷ കൊടുക്കുന്നവരെ ഞാൻ കൂടെ തന്നെ വേണം. ഒന്ന് കൂടി. ഞാൻ വരട്ടെ. ഏട്ടാ, വരി, നമുക്ക് വാ. എന്താടാ വന്ന്? തങ്കപ്പൻ ചേട്ടാ, പട്ടിണി കിടന്ന് ശരീരം തളർന്നതുകൊണ്ടാ കൂടം കയ്യിൽ നിന്ന് വഴുതിപ്പോയത്. എടുത്തോട്ട് പോടാ. അച്ഛാ, നീ അന്നടാ റൗഡി തങ്കപ്പൻ? ഞാൻ തങ്കപ്പനാണ്, പക്ഷെ റൗഡിയല്ല. നിന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു.
ജവാന്മാരും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ കൊണ്ടുപോകാൻ ധൈര്യപ്പെട്ടിട്ടില്ല. ഇവനെ ജീപ്പിക്കട്ടെ. Come on. Doesn't matter. Come on. Alexander here. What? തങ്കപ്പനെ അറസ്റ്റ് ചെയ്യുന്നു. അവൻ പലർക്കും ആയുധങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നവനാണ്. പക്ഷേ എന്റെ ഏറ്റവും വലിയ ആയുധം അവനാണ്. none of your business. അവനെ ജാമ്യത്തിലിറക്കുന്ന കാര്യം ഞാനേറ്റു. ഒന്നാം ചരമവാർഷികം പൊനത്തിൽ കുഞ്ഞന്നാമ കഷ്ട. കഴിഞ്ഞ ലക്കത്തിൽ 4 ബീറ്റുകാരെ വാറ്റുകാർ പിടിച്ചു എന്ന വാർത്ത വാറ്റുകാരെ ബീറ്റുകാർ പിടിച്ചു എന്ന് തിരുത്തി വായിക്കണമെന്ന് അപേക്ഷ പത്രാധിപർ. സരസ്വതി അമ്മ കമ്മീഷൻ ഗോവിന്ദപിള്ളയുമായി കൂടിയാലോ ചനയ്ക്ക് സാധ്യതയുണ്ട്. ഓഹോ, കൂടിയാലോചനയ്ക്ക് സാധ്യതയുണ്ട്. അത് ശരി. നീ ഏതാടാ? അച്ഛനോ? ഞാനോ? എന്തിനാടാ കരയുന്നേ? എടാ നീ എന്തിനാ കരയുന്നേന്ന്? എടാ നീ എന്തിനാ കരയുന്നേ? എടാ എന്തിനാടാ നീ കരയുന്നേ? എടാ എന്തിനാടാ നീ കരയുന്നേ? ആരാണ് നിന്റെ അച്ഛൻ? എടാ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലടാ, ബാരിഷ്ടമാണടാ. കുഞ്ഞപ്പാ, റേഡിയോ പ്രോഗ്രാം 6:30 വന്ദേ മാതരം, 7:30 ലളിതഗാനം. എന്താ കുഞ്ഞപ്പാ ഇതെല്ലാം? എന്തിനാ മോനെ കരയുന്നത്? എന്റെ അച്ഛനെ പോലീസുകാർ പിടിച്ചോണ്ട് പോയി. 2 ദിവസമായിട്ട് ഞാൻ പട്ടിണിയാ. നിനക്ക് ചോറ് തരട്ടെ? വേണ്ട അച്ഛമ്മേ, ഞാൻ മോനോട് പറഞ്ഞ് എന്റെ അച്ഛനെ വിട്ടച്ചാ മതി. കൊച്ചമ്മയോടെങ്കിലും നീ ആ സത്യം ഒന്ന് തുറന്നു പറ, എന്നോടോ പറയണ്ട. അയ്യോ, 7 പോലീസുകാർ 3 റൌഡികൾ തല്ലിക്കൊന്നു. തലശ്ശേരി മേളാർത്ത്. കേരളത്തിലെ കള്ളിഷാപ്പള്ളി പോലീസുകാരെ കാവൽ നിർത്തണം. തിരിട്ട് കുംഭകോണം. നിന്റെ അച്ഛന്റെ പേരെന്താണ്? തങ്കപ്പൻ. മോനെ അമ്മയില്ലേ? അമ്മ മരിച്ചുപോയി. ലക്ഷ്മി, നീ അവനകത്തേക്ക് വിളിച്ചുകൊണ്ട് ഭക്ഷണം കൊടുക്കും. എന്റെ അച്ഛനെ കാണാതെ ഞാൻ ഒന്നും കഴിക്കില്ല. അവന് തന്തയോട് എന്ത് സ്നേഹമാണെന്ന് നോക്കിക്ക്. കഴിയുമെങ്കിൽ വിട്ടേക്ക്.
ഇതൊക്കെ ഒഫീഷ്യൽ കാര്യങ്ങളാണ്. നീ ഇവനകത്തെ കൂട്ടിക്കൊണ്ടുപോകും. വാ മതി. തീപ്പൊരി തങ്കപ്പൻ, നിന്റെ കൂട്ടുകാരെ മുഴുവൻ പിടികിട്ടിയതിന് ശേഷമാണ് നീ ചെയ്തതിന്റെ ഫലം എന്താണെന്ന് അറിയാൻ പോകുന്നത്. എന്നെ എന്ത് ചെയ്താലും എനിക്കൊന്നുമില്ല. മരണത്തെ മുമ്പ് കണ്ടുകൊണ്ടാ ഞാൻ ജീവിക്കുന്നത്. എടാ, നിന്നേക്കാൾ എത്രയോ വലിയ തെമ്മാടികളെ ഒതുക്കിയവനായ തൂക്കുകാരെ പോലും ഒതുങ്ങാത്തവരുണ്ട്. അതിലൊരുത്തനാണ് ഞാൻ. തൂക്കുമരം കൊലയാളിക്കാണ്. നീ കൊലയാളികളെ സൃഷ്ടിക്കുന്നവനാണ്. പണത്തിന് വേണ്ടി ലൈസൻസ് ഇല്ലാതെ കള്ളത്തോക്കുണ്ടാക്കുന്ന നീയാണ് സമൂഹത്തിലെ ഏറ്റവും വലിയ ദ്രോഹി. ഈ പറയുന്ന സമൂഹം എന്നെയാണ് ദ്രോഹിച്ചതെങ്കിലോ? അതിന് മറുപടി പറയേണ്ടത് ഞാനല്ല. തങ്കപ്പനകത്തേക്ക് കൊണ്ടുവരും. താൻ വയ്ക്കുള്ളൂ. യെസ് സർ. നീ മൃഗമാണോടാ? എന്നെ കുറിച്ച് അങ്ങനെയാണ് തോന്നുന്നതെങ്കിൽ എനിക്കത് മാറ്റാനൊക്കില്ല. നിന്റെ തൊഴിലിൽ നിനക്ക് എന്തെല്ലാം കഴിവുകളുണ്ട്? തൂക്കുണ്ടാക്കാൻ അറിയാം. കള്ളനോട്ടടിക്കുന്ന അച്ഛണ്ടാക്കാൻ അറിയാം. ഇത്രയൊക്കെ അറിയാവുന്ന നീ ഇതുവരെ എന്ത് സമ്പാദിച്ചു? ഇത്രയും വലിയൊരു ജീവിതം, തീർത്താൽ തീരാത്ത കുറെ കടം. മനസ്സിലായില്ല. എന്റെ ഭാര്യ ബ്ലഡ് ക്യാൻസർ വന്നാണ് മരിച്ചത്. ഞാൻ കാളക്കിൽ ആടമടിച്ചുണ്ടാക്കിയ കാശുകൊണ്ട് ഡോക്ടറായവനാണ് സാർ എന്റെ ഭാര്യയെ ചികിത്സിച്ചത്. അവന് ചോദിച്ച കൈക്കൂലി കൊടുക്കാൻ കഴിവില്ലാഞ്ഞതുകൊണ്ട് എനിക്ക് എന്റെ ഭാര്യ നഷ്ടപ്പെട്ടു. നിന്നെ സഹായിക്കാൻ ആരുമില്ലായിരുന്നു? ഉണ്ടായിരുന്നു, അലക്സാണ്ടർ മുതലാളി. അവൻ തൽക്കാല ആവശ്യത്തിന് പണം തന്നിട്ട് വെള്ള പേപ്പറിൽ എന്റെ കയ്യൊപ്പ് വാങ്ങിച്ചു. എന്നിട്ട് അവന്റെ ജീവിതം വിലക്കെടുക്കലായിരുന്നു. അന്ന് മുതൽ ഈ ലോകത്തോട് എനിക്ക് വെറുപ്പാണ്. അവന്റെ കടം തീർക്കാൻ വേണ്ടി ഞാൻ ഇന്നൊന്ന് ചെയ്യും. അത് തീരുമെന്ന് തോന്നുന്നില്ല. പക്ഷേ എനിക്കൊന്ന് ചോദിക്കാനുണ്ട്. ഈ ലോകത്ത് നിനക്ക് ആരോടെങ്കിലും സ്നേഹമുണ്ടോ? ഒരു പട്ടിയോടുമില്ല. പല ജാതി പട്ടികളെ വളർത്തുന്നവനാണ് ഞാൻ. എന്റെ മക്കളെക്കാൾ എന്നെ സ്നേഹിക്കുന്നത് അവറ്റകളാണ്. അതിനേക്കാൾ നിന്നെ സ്നേഹിക്കുന്ന ഒരു ജീവൻ ഈ ലോകത്തുണ്ട്. എനിക്കാരുമില്ല. ഉണ്ട്, നിന്റെ മകൻ. അവനിപ്പോ എവിടെ ഉണ്ടെന്ന് നിനക്കറിയാമോ? അവന് വേണ്ടിയെങ്കിലും നിനക്ക് നല്ലവനാകാൻ കഴിയുമോ? ഞാനെന്നും നല്ലവനാണ് സാർ. എന്നാൽ എനിക്ക് ഏറ്റവും വിശ്വാസമുള്ള ഒരാളുടെ ജാമ്യത്തിൽ നിന്നെ ഞാൻ വിട്ടയക്കാൻ പോവുകയാണ്. അലക്സാണ്ടർ മുതലാളിയുടെ ജാമ്യത്തിലായിരിക്കും. അല്ല, നിന്റെ മകൻ ഉണ്ണിയുടെ. അവനെ മറ്റൊരു തങ്കപ്പനാക്കരുതെന്ന് മാത്രം ഞാൻ നിന്നോട് പറയുകയാണ്. നീ അനുസരിക്കും. അന്ന് പല ജാതി പട്ടികളെ വളർത്തുന്നില്ലേ, അതിലൊന്നിനെ നാളെ മുതൽ തങ്കപ്പനെന്ന് വിളിക്കൂ. നിനക്ക് ഇത്രയും വലിയ മനസ്സുണ്ടെങ്കിൽ നീ ഉടനെ എന്റെ വീട്ടിലേക്ക് പോകും. ഞാൻ കൊണ്ടോളാം. നിന്റെ അച്ഛന് പണ്ട് വിളമ്പായിരുന്നോ? പന്ന പപ്പടം. തൽക്കാലം ഞാനാണ് നിന്റെ അച്ഛനെന്ന് വിചാരിച്ചു. അങ്ങനെങ്കിലും ഒന്നുമില്ല. എന്താ കുഞ്ഞപ്പാ? ഞാൻ എന്ത് പറഞ്ഞിട്ട് ഊണ് കഴിക്കുന്നില്ല കൊച്ചമ്മേ. ഇനിയിപ്പോ ഒരൊറ്റ വഴിയേ ഉള്ളൂ, ഞാൻ തന്നെ ഉണ്ണ. കുഞ്ഞപ്പാ, നീ അപ്പുറത്തേക്ക് പോ. മോനെ, നിന്റെ അച്ഛനെ വിട്ടേച്ചൊന്ന് ഫോൺ വന്നു. ഇനിയെങ്കിലും നീ ഭക്ഷണം കഴിക്കോ? ഗുഡ് മോർണിംഗ്. എസ് ഐ ഇല്ലേ? അദ്ദേഹം പുറത്തു പോയിരിക്കുക. എന്റെ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ ഇതുവരെ ഇവിടുത്തെ പോലീസ് ധൈര്യപ്പെട്ടിട്ടില്ല. പുതിയ തലമുറയിൽപ്പെട്ടവർക്ക് ചിലപ്പോൾ ധൈര്യമുണ്ടായി എന്ന് വരും. നിങ്ങളാരാ? ഞാൻ സ്റ്റാർ ഹോട്ടലിന്റെ പ്രൊപ്രൈറ്റർ മിസ്റ്റർ അലക്സാണ്ടർ. സ്റ്റാർ ഹോട്ടലിൽ നിന്നും ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ. തങ്കപ്പന്റെ കാര്യമാണ് ഞാൻ സംസാരിക്കുന്നത്. തങ്കപ്പന് നിങ്ങളുമായുള്ള ബന്ധം? എനിക്ക് വേണ്ടപ്പെട്ടവനാണ്. അവനെ ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ടു പോകാനാണ് ഞാൻ വന്നിരിക്കുന്നത്. തങ്കപ്പന്റെ പേരുള്ള ചാർജ് എന്താണെന്ന് അറിയാമോ? എന്ത് ചാർജ് ആയാലും ഇന്നവനെ ഇറക്കിക്കൊണ്ടുപോകാനുള്ള കഴിവ് എനിക്കുണ്ട്. അലക്സാണ്ടർ സാറിന്റെ കഴിവിനെ പറ്റി വളരെ മുമ്പേ എനിക്കറിയാമല്ലോ. അന്ന് ഞാൻ എസ് ഐ ആയിരുന്നു, ഗോപാലമേനോ.
എടാ, കള്ളക്കടത്തുകാരനായ നീ അന്ന് കടൽ നീന്തി കയറിയപ്പോ നിന്നെ ഞാൻ പിടികൂടിയത് ഓർമ്മയുണ്ടോ? നിന്റെ കത്തിയുടെ പാടാണിത്. ഇതെന്റെ കഴുത്തിലുടത്തോളം കാലം നിന്നെ ഞാൻ മറക്കുമെന്ന് വിചാരിക്കരുത്. നിന്റെ കയ്യിൽ വിലങ്ങി വെച്ചിട്ടേ ഈ വേഷം ഞാൻ അഴിച്ചു മാറ്റൂ. മിസ്റ്റർ മേനോൻ, I am not that Alexander whom you once knew. I am something different. പോലീസുകാരൻ മുതൽ കമ്മീഷണർ വരെ കാക്കി ഉടുപ്പിട്ടെങ്കിലേ വീര്യം ഉണ്ടാവൂ. ബട്ട് അലക്സാണ്ടർ വിചാരിച്ചാൽ എന്ത് നടക്കുമെന്നറിയാമല്ലോ. ഷിപ്പ് വരാൻ ഹാർബറിൽ കാത്തു നിന്നിടം മുതൽ സ്റ്റാർ ഹോട്ടലിന്റെ മുതലാളിയായതുവരെയുള്ള അലക്സാണ്ടറിനെ എനിക്ക് നല്ലതുപോലെ അറിയാം. എങ്കിൽ തങ്കപ്പനെ വിട്ടേക്കണം. തങ്കപ്പനെ ഞാൻ വിട്ടയച്ചു. നിന്റെ കള്ളപ്പണത്തിന്റെ പേരിലല്ലേ? വിശന്ന് കരയുന്ന അവന്റെ മകന്റെ കണ്ണീര് കണ്ടിട്ട് ഇനിയും എന്നോട് മത്സരിക്കാനാണോ ഭാവം? മരിക്കുന്നവരെ നിന്നെപ്പോലുള്ളവരെ തകർക്കാൻ തന്നെ ഞാൻ ശ്രമിക്കും. തകർന്നത് ആരാണെന്ന് നോക്കാം. നോക്കാം. ഓ മതിയടാ. കൊച്ചു തീപ്പൊരി കഴിക്കടാ. അങ്ങോട്ട് കൊടുത്താട്ടോ കൊച്ചമ്മ. കേട്ടോ കൊച്ചമ്മ, ഇവന്റെ തന്റെ തീപ്പൊരി തങ്കപ്പൻ എന്നാ നാട്ടുകാർ വിളിക്കും. ഭയങ്കര ചട്ടമ്പിയ. ഈ ലോകത്താകെ പേടിയുള്ളത് എന്നെ മാത്രമേ ഉള്ളൂ. ഞാൻ തങ്കപ്പാന്ന് ഉറക്ക വിളിച്ച മൂത്രം ഒഴിച്ചോണ്ട് എന്റെ മുമ്പിൽ വരും. അതൊക്കെ എന്ന് കാലപാടം കയറി ഒരു ആരും വിചാരിച്ചു. ഉണ്ണിയുടെ അച്ഛനാണല്ലേ? അതെ. ഇരിക്കെ. വേണ്ട, ഞാനിവിടെ നിന്നോളാം. തങ്കപ്പനെ കുറിച്ച് അദ്ദേഹം എന്നോട് ഫോണിൽ സംസാരിച്ചു. തങ്കപ്പന് മുൻകൂർ ജാമ്യം വാങ്ങിയത് എന്റെ മോൻ വിജയനാണ്. അറസ്റ്റ് ചെയ്തത് രാജനാണ്. രണ്ടും കണക്കിലെടുക്കാതെ നിന്നെ വിട്ടേച്ച കമ്മീഷണർ അദ്ദേഹം ഈ കുടുംബത്തിലെ ദൈവമാണ്. എല്ലാം എനിക്കറിയാം കൊച്ചമ്മേ. ഈ കുഞ്ഞിനെ ഓർത്തെങ്കിലും നീ നല്ലവനാകണം. കൊച്ചമ്മ ഇനി ഒന്നും പറയണ്ട. പട്ടിണിയായിരുന്ന എന്റെ കുഞ്ഞിന് ഈ കൈ കൊണ്ട് ചോറ് വാരിക്കൊടുത്ത് നിങ്ങൾ എന്റെ ദൈവമാണ്. ഞാൻ നല്ലവനാകും. അലക്സാണ്ടറിന് വേണ്ടിയോ? ഒരിക്കലുമില്ല സാർ. എന്റെ എല്ലാ സത്യങ്ങളും അങ്ങേക്കറിയില്ല. അറിയാം. ഇനിമേൽ നിനക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും നീ ഇവിടെ വരണം. ഒന്നും വേണ്ട. എനിക്ക് വെളിച്ചം തന്ന ഈ കുടുംബത്തോട് എന്ത് ചെയ്യണമെന്നാണ് എനിക്കറിയാത്തത്. നീ ചെയ്യേണ്ട ഒന്ന് മാത്രം, ഇവന് വേണ്ടി ജീവിക്കുക. ഞാൻ വരട്ടെ സാർ. വരട്ടെ കൊച്ചമ്മേ. സോറി സോറി. ക്ലാസ് വിട്ടിട്ട് എത്ര നേരമായി ഞാൻ കാത്തു നിൽക്കുന്നറിയാമോ? ബാർ അസോസിയേഷന്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാ വരാൻ താമസിച്ചു. അല്ലെങ്കിൽ എപ്പോഴാ വിജയേട്ടനൊന്ന് സ്വൈരമായി സംസാരിക്കാൻ കിട്ടുന്നത്? പരിഭവിക്കണ്ട. നാളെ എനിക്ക് സ്റ്റാർ ഹോട്ടലിൽ വെച്ച് ഒരു കേസിന്റെ ഡിസ്കഷൻ. അത് കഴിഞ്ഞാൽ ഫ്രീ. ശോഭ എങ്ങോട്ട് വരും? റോഡ് പൊതുജനങ്ങളുടെ വകയാ. ഇവിടെ ഇങ്ങനെ കൂടിക്കാഴ്ച നടത്തിയാലേ കേസ് അറിയാൻ വകുപ്പുണ്ട്. കേസ് ചാർജ് ചെയ്യുള്ളൂ, അത് അറസ്റ്റ് ചെയ്യുന്നു. ഒരു ദിവസം രണ്ടുപേരെയും കൂടെ അറസ്റ്റ് ചെയ്ത് ഞാൻ വീട്ടിൽ കൊണ്ടുപോകും. ഒന്ന് ചുമ്മാ എരിയുടെ ഏമാനെ. ചെല്ല് ചെല്ല് ചെല്ല്. ഇപ്പോഴത്തേക്കും പൊക്കോളാം. പക്ഷെ ഈ പ്രേമ കേസിന്റെ വിചാരണ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റിയല്ല. ഞാൻ വരാം. നാളെ കാണാം. ബൈ. തങ്കപ്പാ, നിന്നെയാണ് വിളിച്ചത്. എടാ നാറി, നീ ലോകപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ ആ കമ്മീഷണറെ കാല് പിടിച്ചു അല്ലേടാ? ഇല്ല. ഒരുത്തന്റെ കാല് വെട്ടി രക്തം കുടിക്കുന്നതിന് പകരം ഞാൻ അദ്ദേഹത്തിന്റെ കാല് കഴുകി വെള്ളം കുടിച്ചു. ഉപ്പരുത്. അലക്സാണ്ടറുടെ അടിമയായിരുന്ന
തങ്കപ്പനല്ലേ ഇപ്പൊ ഞാൻ ഒപ്പിട്ടത് നിനക്ക് ഓർമ്മയുണ്ടെങ്കിൽ നീ ജീവിതം മുഴുവൻ എന്റെ അടിമയായിരിക്കും. ഒപ്പിട്ട കൈകൊണ്ട് തന്നെ വേറെയും പലതും ചെയ്യാൻ കഴിയും. തങ്കപ്പ എന്നെ കൊണ്ട് ചെയ്യിക്കരുതെന്ന്. നീ എന്തു പറഞ്ഞാലും നിന്നെ ഞാൻ ഉപേക്ഷിക്കില്ല. നിങ്ങൾക്ക് മനുഷ്യനേക്കാൾ വലുത് പണമാണ്. നിനക്ക് വേണ്ടി ചിലവാക്കാൻ കൊണ്ടുവന്ന പണമാണിത്. തങ്കപ്പ നിങ്ങൾക്ക് വേണ്ടി ഇതുപോലെ ഇടിഞ്ഞാണ് ഞാൻ. ഇത്രയും അഹങ്കാരം കാണിക്കുന്ന നീ എന്നാലും എന്റെ കാൽച്ചൂട്ടിൽ വരുവാ. അങ്ങനെ വരേണ്ടി വന്നാൽ നിങ്ങൾ ഇതുവരെ കണ്ട തങ്കപ്പനായിരിക്കില്ല അന്ന് ഞാൻ. വസന്തം നീൾമിഴിത്തുമ്പിൽ മരന്തം പൂഞ്ചോടിണയിൽ വസന്തം നീൾമിഴിത്തുമ്പിൽ മരന്തം പൂഞ്ചൊടിയിണയിൽ കവിളിണയിൽ കതിരൊളിയിൽ ഉദയം നിൻ മന്ദസ്മിതം വസന്തം നീൾമിഴിത്തുമ്പിൽ മരന്തം പൂഞ്ചൊടിയിണയിൽ കവിളിണയിൽ കതിരൊളിയിൽ ഉദയം നിൻ മന്ദസ്മിതം സ്വപ്നങ്ങൾ പീലി വിടർത്തും പത്മരാഗമണിയറയിൽ സ്വപ്നങ്ങൾ പീലി വിടർത്തും പത്മരാഗമണിയറയിൽ പുഷ്പകത്തേരിൽ വരും നീ അപ്സര കന്യകയോ പുഷ്പകത്തേരിൽ വരും നീ അപ്സര കന്യകയോ മധുമൊഴി തൻ കുളിരലയിൽ മധുമൊഴി തൻ കുളിരലയിൽ നീരാടും രാജഹംസ സുന്ദരിയോ നീ വസന്തം നീൾമിഴിത്തുമ്പിൽ മരന്തം പൂഞ്ചൊടിയിണയിൽ കവിളിണയിൽ കതിരൊളിയിൽ ഉദയം നിൻ മന്ദസ്മിതം ശില്പങ്ങൾ താലമുയർത്തും സ്വർഗഗാന മധുരിമയിൽ ശില്പങ്ങൾ താലമുയർത്തും സ്വർഗഗാന മധുരിമയിൽ കൽപ്പകതാരണിയും നീ നർത്തന ദേവതയോ കൽപ്പകതാരണിയും നീ നർത്തന ദേവതയോ മുകിലൊളി തൻ ചുരുൾമുടിയിൽ മുകിലൊളി തൻ ചുരുൾമുടിയിൽ പൂചൂടും മാരിവില്ലിൻ പുഞ്ചിരിയോ നീ വസന്തം നീൾമിഴിത്തുമ്പിൽ മരന്തം
വസന്തം നീൾമിഴിത്തുണ്ട് മറന്തം പൂഞ്ചൊടിയിണയിൽ കതിരിണയിൽ കതിരൊഴിയിൽ ഉദയം നമ്പസ്മിതം. വിജയൻ ഇവിടെ വന്നിട്ടുണ്ടോ? ഒന്നും ബ്രദറെ, എനിക്കറിയില്ല. അദ്ദേഹം ഇവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അവരൽപ്പം വെയിറ്റ് ചെയ്യും. ഞാൻ നോക്കട്ടെ. സാധനം കൊള്ളാം. റൂമിലേക്ക് കൊണ്ടുവരും. വരൂ, അഡ്വക്കേറ്റിനെ കാണിച്ചു തരാം. വിജയേട്ടനെവിടെ? അങ്ങനെ പോയാലും ആവശ്യമുള്ള രൂപ തരാം. സൗന്ദര്യ മത്സരത്തിന് ഫോറിനിലേക്ക് അയക്കാനാണ് ഞങ്ങൾ ഫിലിം എടുക്കുന്നത്. എനിക്കൊരു മത്സരം വേണ്ട. വേഗത്തിൽ കാണിക്കാതെ ലിറ്റ്മോ റൂം നമ്പർ 10 താമസിക്കുന്നത്. ദാറ്റ്സ് മാനേജേഴ്സ് പ്രൈവറ്റ് റൂം. പ്രൈവറ്റ് റൂം. Come close. Little bit more.
സ്റ്റേഷൻ. യെസ്, പോലീസ് സ്റ്റേഷൻ. നിനക്കൊക്കെ നാണം ഉണ്ടോടാ? എന്റെ ഹോട്ടലിൽ വെച്ച് നിന്നെയൊക്കെ തല്ലിയവനെ വെറുതെ ഇവിടെ? നിങ്ങളല്ലേ സ്റ്റാർ ഹോട്ടലിന്റെ ഉടമസ്ഥൻ? ദാറ്റ്സ് റൈറ്റ്. ബ്ലൂ ഫിലിം എടുത്തതിന്റെ പേരിൽ നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. വാട്ട്? ബ്ലൂ ഫിലിമോ? എന്താണ് അതിനോട് തെളിവ്? അതൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാം. എന്റെ അഡ്വക്കേറ്റിനോട് സ്റ്റേഷൻ ഒന്നിന് വേണ്ടി ജാമ്യം എടുക്കും. അലക്സാണ്ടർ സാധാരണ കേസിലെ പ്രതിയല്ല. പണത്തിന് വേണ്ടി ഏറ്റവും ഹീനവും സംസ്കാരശൂന്യമായ പ്രവൃത്തിയാണ് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ അറിവിൽ അലക്സാണ്ടർ മാന്യനാണ്. നിങ്ങൾ പറയുന്ന മാന്യത ഇവൻ അണിഞ്ഞിരിക്കുന്ന മുഖമൂടിയാണ്. വർഷങ്ങൾക്ക് മുമ്പേ അത് പൊളിച്ച് ഇവന്റെ വിഷപ്പല്ല് കണ്ടവനാണ് ഞാൻ. ഇത്തരക്കാർക്ക് ജാമ്യം അനുവദിക്കാൻ ഒരിക്കലും ഞാൻ ശുപാർശ ചെയ്യില്ല. എന്നാൽ നമുക്ക് കോടതി വെച്ച് കാണാം. അലക്സാണ്ടറിന് ഏറ്റവും അധികം സ്വാധീനമുള്ള ഒരാളാണ്. അച്ഛൻ അയാളുടെ ജാമ്യം നിഷേധിച്ചതിന്റെ പേരിൽ വളരെയധികം അപകടങ്ങളുണ്ട്. എന്താണ് അപകടം? അയാൾ അച്ഛനോട് പകരം വിട്ടും. അവന് ചെയ്യാവുന്നത് ചെയ്തോട്ടെ. അച്ഛന്റെ ഈ പിടിവാശി കൊണ്ട് വലിയൊരു ശത്രുവിനെ ഉണ്ടാക്കാമെന്നല്ലാതെ ഫലമൊന്നുമില്ല. രാജാ, അയാൾ വിചാരിച്ച അച്ഛന് ഞാനൊക്കെ വീട്ടിൽ ഇരുന്നു വരും. എന്തു പറഞ്ഞത്? രാജാ, എന്താ ഇതൊക്കെ? എന്ത് പറ്റി? കാക്കി ഉടുപ്പിട്ട് ഒരു ഭീരുവാകാനല്ല ഇവനെ ഞാൻ ഇതുവരെ എത്തിച്ചത്. ഡിപ്പാർട്ട്മെന്റിൽ എന്റെ മകൻ എന്നേക്കാൾ കഴിവുള്ളവനായിരിക്കണം. ഞാൻ സാഹചര്യം ഓർമ്മിപ്പിച്ചേ ഉള്ളൂ. സാഹചര്യം അനുസരിച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ നട്ടെല്ല് വളയരുത്. തെറ്റ് ചെയ്തവൻ ഞാനായാൽ പോലും എന്റെ കയ്യിൽ വിലങ്ങ് വെക്കാൻ നീ മടിക്കരുത്. ഈ വീട്ടിൽ വന്നാലെങ്കിലും കേസിന്റെയും വഴക്കിന്റെ ഒക്കെ കാര്യങ്ങൾ മറന്നുകൂടെ? ഒരു ക്രിമിനൽ പുള്ളിയെ ഭയപ്പെടണമെന്ന് എന്റെ മോൻ എന്നോട് പറഞ്ഞപ്പോ ഞാൻ എന്നെ തന്നെ മറന്നുപോയതാ. ഐ എം സോറി. മോനെ, ഈ ഷോപ്പിങ്ങിന് പോയടിയിൽ 2-3 പ്രാവശ്യം വക്കീൽ സാർ ഫോൺ ചെയ്തിരുന്നു. അയ്യോ പാവം, ഒരു നിമിഷം പോലും തിരിഞ്ഞിരിക്കാൻ വയ്യ. ഒരു കാര്യം ചെയ്യും, വക്കീൽ സാറിനെ കൂടി ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോരടി. ഒന്ന് പോടി. നാളെ അദ്ദേഹത്തിന്റെ പാരന്റ്സിന്റെ വെഡിങ് ആനിവേഴ്സറിയാണ്. പുഷ്പാഞ്ജലി ആകാശം നിറയെ ദീപാവലി ആത്മഹർഷത്തിൻ പുഷ്പാഞ്ജലി എങ്ങും സൗരഭ്യം സ്നേഹ സൗരഭ്യം എങ്ങും സംഗീതം ദിവ്യ സംഗീതം. ആകാശം നിറയെ ദീപാവലി ആത്മഹർഷത്തിൻ പുഷ്പാഞ്ജലി ആകാശം നിറയെ ദീപാവലി ആത്മഹർഷത്തിൻ പുഷ്പാഞ്ജലി എങ്ങും സൗരഭ്യം സ്നേഹ സൗരഭ്യം എങ്ങും സംഗീതം ദിവ്യ സംഗീതം. ജനനിയും ജനകനും ആദ്യമായി തമ്മിൽ മധുരം പകർന്ന പുണ്യദിനം. ജനകനും ആദ്യമായി തമ്മിൽ മധുരം പകർന്ന പുണ്യദിനം. സ്നേഹത്തിൻ സത്യദിനം സ്നേഹത്തിൻ സത്യദിനം. ജന്മസാഫല്യം ധർമ്മസാഗരം സൗഭാഗ്യം ഞങ്ങൾ കുഞ്ഞലകൾ എങ്ങും സൗരഭ്യം സ്നേഹ സൗരഭ്യം എങ്ങും സംഗീതം ദിവ്യ സംഗീതം. ആകാശം നിറയെ ദീപാവലി
ആത്മഹർഷത്തിൻ പുഷ്പാഞ്ജലി എൻ സൗരഭ്യം സ്നേഹ സൗരഭ്യം എൻ സംഗീതം ദിവ്യ സംഗീതം. തനയർക്ക് വാത്സല്യം സ്വർണ്ണത്തളികയിൽ അമൃതം പകർന്ന ദിവ്യദിനം. കണ്ണിൽ ആനന്ദം പൊന്നിൻ തിരിനീട്ടും ഞങ്ങൾ കരിയൊളികൾ എന്നും സൗരഭ്യം സ്നേഹ സൗരഭ്യം എന്നും സംഗീതം ദിവ്യ സംഗീതം. ആകാശം നിറയെ ദീപാവലി ആത്മഹർഷത്തിൻ പുഷ്പാഞ്ജലി. ആകാശം നിറയെ ദീപാവലി ആത്മഹർഷത്തിൻ പുഷ്പാഞ്ജലി എന്നും സൗരഭ്യം സ്നേഹ സൗരഭ്യം എന്നും സംഗീതം ദിവ്യ സംഗീതം. ഞാൻ അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. നമ്മുടെ കുടുംബങ്ങൾ തമ്മിൽ ബന്ധപ്പെടുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമാണ്. പിന്നെ എന്റെ ആൺമക്കളുടെ സമ്മതം കൂടി ചോദിച്ചിട്ട് വാക്കുറപ്പിക്കാം. യെസ്, ഓക്കെ, താങ്ക് യു. ആരുടെ ഫോണ്? IG ആണ് വിളിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ മകൻ ഇന്ന് ബോംബെയിൽ നിന്നെത്തും. റാണിയുടെ വിവാഹക്കാര്യം നമുക്ക് ഉടനെ തീരുമാനിക്കണം. റാണി എവിടെ? അവൾ അമ്പലത്തിൽ പോയിരിക്കുക. നാളെ അമ്പലത്തിൽ പോകാൻ പറഞ്ഞേ. വരാൻ ചേച്ചി. എന്നാലേ വീട്ടിൽ പോയി കാപ്പിയൊക്കെ കുടിച്ചിട്ട് നിനക്ക് പോവാം. എനിക്ക് പഠിക്കാൻ പോണല്ലോ. അതിനും സമയമുണ്ടല്ലോ. പിടിച്ച് കേരള അവളെ. നീ വെക്കോ. നിന്നെ വിടാനോ? നിന്റെ അച്ഛൻ എന്നോട് ചെയ്തതിന്റെ പ്രതികാരമാണ് ഇത്. പാടിയില്ലേ? അതല്ല ഞാൻ ഇത്രയും പാടുപെട്ട് ശീലാവി ചങ്ങാതി. ഇപ്പൊ ഓടി വരും നിന്റെ അച്ഛനെ സഹായിക്കാൻ. ഇനി ഇവിടെ വരാനാ പറയുന്നത്. ഉണ്ണി, എന്താ മോനെ? ചേച്ചി അലക്സാണ്ടർ മുതലാളിയുടെ ആൾക്കാരെ പിടിച്ചോണ്ട് പോയി. എങ്ങോട്ട്? എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്ക്.
എവിടെയെങ്കിലും കൂടെ കളഞ്ഞേക്ക്. കരയാതെ മോളെ, കരയാതെ. നിന്നെ നശിപ്പിച്ചവൻ ഞാൻ കൊന്നു മോളെ. അയ്യോ അച്ഛാ, ഇവനല്ല, അലക്സാണ്ടറാണ് എന്നെ നശിപ്പിച്ചത്. മോളെ, ഇവിടെ നടന്നുവെന്നും ആരും അറിയില്ല. അറിഞ്ഞാൽ മോളെക്കുറിച്ചുള്ള അച്ഛന്റെ പ്രതീക്ഷകളെല്ലാം തകർന്നു പോകും. വരൂ മോളെ, വരൂ. എന്നൊക്കെ അച്ഛന്റെ വാച്ച്. ഈശ്വര, എന്റെ കുഞ്ഞിന്റെ ജീവിതം പാഴായി പോയല്ലോ. ലക്ഷ്മി, ഇതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടിയാണ് ഇനി ഞാൻ ജീവിക്കുന്നത്. വിജയനും രാജനും ഇത് അറിയരുത്. അറിഞ്ഞാൽ അവരും കൊലയാളികളാകേണ്ടി വരും. ഞാൻ പോവുകയാണ്. അലക്സാണ്ടർ എവിടെ ഉണ്ടെങ്കിലും ഞാൻ അവനെ കണ്ടുപിടിക്കും. മോളെ, എന്റെ മോളെ. സാർ, ഒരു ടൂർ കഴിഞ്ഞ് ഇന്നാണ് ഞാൻ മടങ്ങിയെത്തിയത്. എന്റെ ബംഗ്ലാവിൽ വെച്ച് ഇങ്ങനൊരു സംഭവം നടന്നു എന്നറിഞ്ഞപ്പോൾ ഞാൻ ആകെ വിഷമിച്ചു പോയി സാർ. മിസ്റ്റർ രാജൻ, ഇതുവരെ നമുക്ക് കിട്ടിയ തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ രാഘവനെ കൊന്നത് കമ്മീഷണറാണെന്ന് വ്യക്തമാണ്. ഈ കൊലപാതകം നടക്കാനുള്ള കാരണവും ഞാൻ പറയാം സാർ. എന്റെ PA ഒരു പെൺകുട്ടിയുണ്ട്, വത്സ. മരിച്ചുപോയി ഈ രാഘവന്റെ പെങ്ങൾ. മിസ്റ്റർ രാജൻ, അച്ഛനെ കുറിച്ച് ദോഷം പറയുന്നതിൽ ക്ഷമിക്കണം സാർ. കമ്മീഷണർക്ക് ആ പെൺകുട്ടിയുടെ അല്പം ഭ്രമം ഉണ്ടായിരുന്നു. എന്റെ ഹോട്ടലിൽ വെച്ച് തന്നെ രണ്ടുപേരെയും ഞാൻ പിടികൂടിയിട്ടുണ്ട്. ആ വിരോധം കൊണ്ടാണ്
അഭിമാനത്തോട് ജീവിച്ചിരുന്ന എന്നെ കമ്മീഷണർ അറസ്റ്റ് ചെയ്യിപ്പിച്ചത്. ആ പെൺകുട്ടി എവിടെയുണ്ട്? ഇവിടെ തന്നെ ഉണ്ട് സാർ. വത്സലേ, ഇദ്ദേഹം പറയുന്നതൊക്കെ സത്യമാണോ? അതെ സാർ, കമ്മീഷണർ എന്നെ കാണാൻ വന്നത് ചേട്ടന് ഇഷ്ടമായില്ല. അങ്ങനെയാണ് ഈ കൊലപാതകം നടന്നത്. ഈ സ്ത്രീയുടെ മൊഴി കൂടെ മത്സരം ചേർത്തോളൂ. അച്ഛനെവിടെ അമ്മേ? അമ്മ എന്താ ഒന്നും മിണ്ടാത്തത്? അച്ഛനെ കുറിച്ച് ഒരു സംഭവം അറിഞ്ഞുകൊണ്ടാണ് ഞാൻ വന്നത്. ഞാനും എല്ലാം അറിഞ്ഞു. അച്ഛൻ ആരെയെങ്കിലും കൊല്ലുമെന്ന് അമ്മ വിചാരിക്കുന്നുണ്ടോ? എന്നോടൊന്നും ചോദിക്കണ്ട. നിൽക്കണം അവിടെ. Come on, hands up. കമ്മീഷണർ ഗോപാലമേനോൻ എന്തിനാണ് ഇവിടെ വന്നതെന്ന് എനിക്കറിയാം. നിന്നെ കൊല്ലാനാണോ ഞാൻ വന്നത്? എടാ, നിന്റെ മകളുടെ പ്രായമില്ലാത്ത എന്റെ കുഞ്ഞിനെ നീ നശിപ്പിച്ചില്ലേടാ? ഞാൻ ആരംഭിച്ചിട്ടേ ഉള്ളൂ. എന്നെ ഒരു തവണ അവമാനപ്പെടുത്തിയാൽ ഞാൻ 1000 തവണ പകരം വീട്ടും. അപ്പോഴേ അലക്സാണ്ടർ ആരാണെന്ന് നിനക്ക് മനസ്സിലാകുകയുള്ളൂ. നിന്നെ ആദ്യമായിട്ടാണോ ഞാൻ അറിയുന്നത്? എന്നാൽ നീ അവസ്ഥയാണ്. Come on, take care of him. ഹലോ, എസ് ഐ അല്ലേ? ആ, നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയാത്തൊരു കൊലപ്പുള്ളി എന്റെ കയ്യിൽ അകപ്പെട്ടിട്ടുണ്ട്.
സാഹചര്യം അനുസരിച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ നട്ടല് വളയരുത്. തെറ്റ് ചെയ്തവൻ ഞാനായാൽ പോലും എന്റെ കയ്യിൽ വിലങ്ങി വെക്കാൻ നീ മടിക്കരുത്. കാക്കിയുടുപ്പിട്ട് ഒരു ഭീരുവാകാനല്ല ഇവനെ ഞാൻ ഇതുവരെ എത്തിച്ചത്. ഡിപ്പാർട്ട്മെന്റിൽ എന്റെ മകൻ എന്നേക്കാൾ കഴിവുള്ളവനായിരിക്കണം. ഞാൻ കമ്മീഷണർ ഗോപാലമേനോന്റെ അഡ്വക്കേറ്റാണ്. ഗോപാലമേനോൻ ഇപ്പൊ കമ്മീഷണർ കൊലപ്പുള്ളിയാണ്. കമ്മീഷണറായാലും കൊലപ്പുള്ളിയായാലും അദ്ദേഹത്തിന്റെ മക്കൾക്ക് അദ്ദേഹം അച്ഛനാണെന്നാണ് എന്റെ വിശ്വാസം. അത് വീട്ടിൽ, ഇത് പോലീസ് സ്റ്റേഷനാണ്. ഇവിടെ നിയമമേ നടക്കും. നിയമം ഉണ്ടാക്കിയത് നീതി നടത്താനാണ്. നിങ്ങൾ കുറ്റവാളികളെ കണ്ടുപിടിക്കുന്ന ജോലിയാണ് ചെയ്യുന്നത്. അവർ കുറ്റം ചെയ്തോ ഇല്ലയോ എന്ന് തെളിയിക്കേണ്ടത് കോടതിയാണ്. അത് കോടതിയില്ല, എന്നെ ആരും നിയമം പഠിപ്പിക്കണ്ട. ഓ, ഇത് കേട്ടാൽ തോന്നുന്നു ഇവിടുത്തെ SI ആണ് ഇന്ത്യൻ പീനൽ കോഡ് എഴുതി ഉണ്ടാക്കിയതെന്ന്. വന്ന കാര്യം പറഞ്ഞാൽ മതി. അത് പറഞ്ഞിട്ട് മനസ്സിലാകാത്തതുകൊണ്ടല്ലേ ഇത്രയും സംസാരിക്കേണ്ടി വന്നത്. എനിക്ക് ഈ കേസിലെ പ്രതിയെ കാണണം. അത് അനുവദിച്ചില്ലെങ്കിൽ നിങ്ങൾ റിമാൻഡ് ടൈം 24 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ സബ് ജയിലിൽ ചെന്ന് കണ്ടോളാം. വേണ്ട, നിങ്ങൾ പോയി കണ്ടോളൂ. നീ എന്തിനാ വന്നത്? അവൻ അച്ഛനെ ലോക്കപ്പ് ചെയ്താൽ പുറത്തു കൊണ്ടുവരേണ്ട ചുമതല എന്റേതല്ലേ? ഞാൻ കുറ്റം ചെയ്തവനാണ്. കുറ്റവാളികളെ ലോക്കപ്പ് ചെയ്യാനുള്ള വേഷമാണ് അവനിട്ടിരിക്കുന്നത്. കുറ്റം ചെയ്തവരെ പോലും നല്ലവരാക്കുന്ന വേഷമാണ് ഞാനിട്ടിരിക്കുന്നത്. മോനെ, എനിക്കിടം കൈയും വലം കൈയും ഒരുപോലെയാണ്. നിങ്ങൾ തമ്മിൽ മത്സരിക്കണ്ട. സർവ്വ തെളിവുകളോടും കൂടിയാണ് അവനെന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കോടതിയിൽ സത്യം പരാജയപ്പെടുമെന്ന് ബോധ്യപ്പെടുമ്പോൾ സാമർഥ്യം കൊണ്ട് ജയിക്കാറുള്ളത് അച്ഛൻ അനുഭവപ്പെട്ടിട്ടുണ്ട്. ഞാനും അവനും ഉണ്ടാകണമെങ്കിൽ അച്ഛനുണ്ടാകണം. നമ്മളെല്ലാവരും ഉണ്ടാകണമെങ്കിൽ നിന്റെ അമ്മയ്ക്ക് മനസമാധാനം ഉണ്ടാകണം. ഇന്നു മുതൽ കുടുംബത്തിൽ എന്റെ സ്ഥാനത്ത് മൂത്തവനായ നീയാണ്. നീ വീട്ടിലേക്ക് പോകും. എടാ, നിന്റെ ഡ്യൂട്ടിയും ആദർശവും എത്ര വലുതായാലും സ്വന്തം അച്ഛന്റെ കയ്യിൽ വിലങ്ങ് വെച്ചില്ലേ? അവന്റെ കഴിവുപോലെ അവൻ ചെയ്യട്ടെ അമ്മേ. ആ അച്ഛനെ ജനിച്ചവൻ തന്നെയാണ് ഞാനും. അച്ഛൻ കൊല ചെയ്തെങ്കിൽ പോലും ഇറക്കിക്കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. എടാ, നിന്നെ പോലുള്ളവർ കൈക്കൂലി വാങ്ങിച്ചുകൊണ്ട് എത്രയോ കേസുകൾ തെളിവില്ലാതെ കളയുന്നു. എന്റെ അച്ഛന്റെയാണ് ഈ വീടും സ്വത്തും എല്ലാം. വിജയനോ റാണിക്കോ ഒന്നും കൊടുക്കാതെ ഞാൻ എല്ലാ സ്വത്തും നിനക്ക് തന്നെ എഴുതിത്തരാം. എന്നാലെങ്കിലും നിനക്ക് അദ്ദേഹത്തെ വിട്ടയച്ചൂടെ? അച്ഛൻ എത്ര പേരുടെ കൈക്കൂലി വാങ്ങി അമ്മയുടെ കൊണ്ട് തന്നിട്ടുണ്ട്. എന്റെ അച്ഛൻ സത്യസന്ധനാണടാ. എന്നാൽ ആ അച്ഛന്റെ മകനാ ഞാനും. അച്ഛൻ എന്നെ പഠിപ്പിച്ചതേ ഞാൻ ചെയ്യൂ. അപ്പോ നിനക്ക് അച്ഛനെ ശിക്ഷിച്ചു തീരുമല്ലേ? അച്ഛനെ അല്ല, അലക്സാണ്ടറിന്റെ ഡ്രൈവറെ കൊന്ന ആളിനെ ശിക്ഷിക്കേണ്ടത്. നമുക്ക് നോക്കാം. നോക്കാം. ഡിപ്പാർട്ട്മെന്റ് കാര്യങ്ങളിൽ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരിക്കലും വഴങ്ങാത്ത ആളാണ് രാജൻ. രാജനെ കേസ് തെളിയിക്കുമെന്ന് പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ടാണ് ചാർജ് ഏൽപ്പിച്ചിട്ടുള്ളത്. Well done. I understand what you mean perfectly. But after all, പ്രതിയുടെ മകനല്ലേ രാജൻ? മിസ്റ്റർ അലക്സാണ്ടർ, കമ്മീഷണർ മേനോൻ എന്റെ അച്ഛനാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കേസ് അന്വേഷണം ഞാൻ ഏറ്റെടുത്തത്. തെളിവ് നശിപ്പിക്കുകയോ മറ്റെന്തെങ്കിലും സ്വാധീനം ചെലുത്തുകയോ ചെയ്യണമായിരുന്നെങ്കിൽ അത് തുടക്കത്തിൽ എനിക്കാകാമായിരുന്നു. ഓ, ലൈക്ക് ദാറ്റ്. എന്നിട്ട് നിങ്ങളുടെ അന്വേഷണം എന്തായി? അത് കോടതി വെച്ചറിഞ്ഞാൽ മതി. രാജൻ, യു മേ ഗോ. സർ, ഈ കേസിലെ പ്രതി ഗോപാലമേനോൻ രാഘവനെ കരുതിക്കൂട്ടിയാണോ കൊല ചെയ്തതെന്നും രാഘവന്റെ സഹോദരി വത്സലയുമായി പ്രതിക്ക് രഹസ്യബന്ധമുണ്ടോ എന്നും നിയമ പരിപാലനം ചെയ്യേണ്ട ഒരു കമ്മീഷണർ
അസാൻമാർഗിക നടപടികൾ വെച്ചു പുലർത്തിയിരുന്നെന്നും കോടതിക്ക് ബോധ്യം വന്നിരിക്കുന്നതിനാൽ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് പ്രതിയെ റിമാൻഡിൽ വയ്ക്കുവാൻ കോടതി ഉത്തരവിടുന്നു. എന്താ മോനെ? അച്ഛനെ ജാമ്യം നിഷേധിച്ചു. എന്താണെന്നറിയാം, അച്ഛൻ ചെയ്യാത്ത കുറ്റങ്ങളെല്ലാം ഇവൻ ചാർജ് ഷീറ്റിൽ എഴുതി പിടിപ്പിച്ചു. നിൽക്കണ. അച്ഛൻ സ്ത്രീകളെ ഹോട്ടലിൽ കൊണ്ടുപോകുന്ന ആളാണെന്ന് പറയാൻ നിനക്ക് ലജ്ജയില്ലടാ? ഒരു പോലീസ് കമ്മീഷണർ ഒരു പെണ്ണിന് വേണ്ടി കൊലപാതകം ചെയ്തു എന്ന് പറയുന്നത് അതിനേക്കാൾ ലജ്ജിക്കേണ്ട കാര്യമാണ്. അതെ മോനെ, കൊല നടന്നിട്ടുണ്ടെങ്കിൽ അതൊരു പെണ്ണിന് വേണ്ടി തന്നെ ആയിരിക്കും. അമ്മ എന്താണ് ഈ പറയുന്നത്? എന്റെ ആൺമക്കളോട് പറയാൻ പാടില്ലാത്ത പലതും ഉള്ളതുണ്ട്. അച്ഛനെ കുറിച്ച് ഇവനുണ്ടാക്കിയ കള്ളക്കഥകൾ അമ്മയും വിശ്വസിക്കുകയാണ്. ഞാൻ കിട്ടിയ തെളിവുകൾ വെച്ച ചാർജ് ഷീറ്റ് തയ്യാറാക്കി. എടാ, നിന്നേക്കാൾ വലിയവൻ അന്വേഷണം ഏറ്റെടുത്താലും അച്ഛൻ നിരപരാധിയാണെന്ന് ഞാൻ തെളിയിക്കും. എന്റെ ഈശ്വര, ഈ കുടുംബത്തിന് ഇങ്ങനെ ഒരു പരീക്ഷണം വന്നല്ലോ. സാക്ഷി വിസ്താരം നടക്കുമ്പോൾ ഞാൻ പറഞ്ഞു തന്നതിൽ ഒരു അക്ഷരം പോലും മറക്കരുത്. ഇല്ല കുഞ്ഞെ. എനിക്ക് വീട്ടിലോ ഓഫീസിലോ വെച്ച് കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് രഹസ്യമായിട്ട് ഇങ്ങോട്ട് വന്നത്. വിജയൻ കുഞ്ഞ് വിഷമിക്കണ്ട. നിങ്ങളുടെ ഉപ്പും ചോറും തിന്നുന്നവനാണ് ഞാൻ. അദ്ദേഹത്തിന് വേണ്ടി എന്തു പറയാനും ഞാൻ തയ്യാറാണ്. കുഞ്ഞെ, ഞാൻ അദ്ദേഹത്തിന് വേണ്ടി സാക്ഷി പറയുകയല്ല, കൊലക്കുറ്റം ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്. അച്ഛനോട് നിങ്ങൾക്കുള്ള സ്നേഹവും ബഹുമാനവും എനിക്കറിയാം. എന്തൊക്കെ നേരിടേണ്ടി വന്നാലും ഞാൻ അച്ഛനെ രക്ഷപ്പെടുത്തും. നാളെ വിചാരണ തുടങ്ങുകയാണ്. കേസിനെ കുറിച്ച് എനിക്ക് പലതും റെഫർ ചെയ്യാനുണ്ട്. നാളെ കോടതി വെച്ച് നമുക്ക് കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ്. നീ ഉറങ്ങിയില്ലേ കുഞ്ഞപ്പ? ഈ വീട്ടിൽ ആരും ഉറങ്ങാത്തപ്പോ എനിക്കിങ്ങനെ ഉറക്കം വരും കൊച്ചമ്മ. അല്ലെങ്കിൽ നിന്നെ രക്ഷിക്കാൻ ഒരു മകൻ ഉറക്ക വിളയ്ക്കും, ശിക്ഷിപ്പിക്കാൻ മറ്റൊരു മകൻ ഉറക്ക വിളയ്ക്കും. എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? എല്ലാം വിധിയാ. ഈശ്വര, ഈ പ്രതി ഗോപാലമേനോനുമായി നിങ്ങൾ പരിചയപ്പെട്ട എത്ര കാലമായി? കുറെ കാലായി. മേനോൻ എല്ലാവിധ സ്വഭാവ ദൂഷ്യങ്ങളുള്ള ആളാണെന്ന് കേൾക്കുന്നു, ശരിയാണോ? അയ്യോ, ശരിയല്ല. അദ്ദേഹം സത്യവും നീതിയുള്ള ആളാണ്. നിങ്ങൾ ഏത് പരിതസ്ഥിതിയിലാണ് മേനോനുമായി പരിചയപ്പെട്ടത്? ഒരിക്കലൊരു കേസിൽ അദ്ദേഹം എന്നെ അറസ്റ്റ് ചെയ്തു. സത്യാവസ്ഥ അറിഞ്ഞപ്പോ നല്ലവനായി ജീവിക്കാൻ ഉപദേശിച്ച് അദ്ദേഹം എന്നെ വിട്ടയച്ചു. അതിന് പ്രത്യുപകാരമായിട്ടാണല്ലേ ഇപ്പോൾ ഈ പ്രതിക്ക് കൂട്ടു നിൽക്കുന്നത്? അല്ല, യുവർ ഓണർ, ഈ സാക്ഷി ഒരു ക്രിമിനൽ പുള്ളിയാണ്. ഇയാൾ മറ്റൊരു ക്രിമിനൽ പുള്ളിയെ നല്ലവരെന്ന് പറയുന്നതിന്റെ അർത്ഥം ബഹുമാനപ്പെട്ട കോടതി മനസ്സിലാക്കണം. ഐ ഒബ്ജക്ട് ടു ഇറ്റ്, യുവർ ഓണർ. സാക്ഷി ആരായാലും അയാളുടെ പൂർവ്വകാലകഥകൾ പറഞ്ഞ് ആക്ഷേപിക്കുന്ന ഖേദകരമാണ്. ഇന്നലെ കുറ്റം ചെയ്തവൻ ഇന്ന് നല്ലവനായി കൂടുന്നില്ല. ആ സത്യം ബഹുമാനപ്പെട്ട കോടതി കണക്കിലെടുക്കണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഒബ്ജക്ഷൻ സസ്റ്റെയിൻഡ്. സംഭവ ദിവസം നിങ്ങൾ തമ്മിൽ കണ്ടിരുന്നോ? ആ ദിവസം മുഴുവൻ അദ്ദേഹം എന്നോടൊത്തുണ്ടായിരുന്നു. ഇത് തികച്ചും അസത്യമാണ്, യുവർ ഓണർ. കമ്മീഷണർ ഗോപാലമേനോൻ സംഭവ ദിവസം ലീവ് എടുത്തതായിട്ട് പോലും രേഖകളില്ല. യുവർ ഓണർ, എത്ര കർമ്മനിരതനായ ഉദ്യോഗസ്ഥനും പെട്ടെന്ന് ലീവ് എഴുതി കൊടുക്കാൻ സാധിക്കാത്ത സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു വരും. ജാതി ഭേദങ്ങളെയോ സ്ഥാനമാനങ്ങളെയോ കണക്കിലെടുക്കാത്ത ഒരു മനുഷ്യസ്നേഹിയാണ് ഈ കേസിലെ പ്രതി. ആ ദിവസം മുഴുവൻ സാക്ഷിയോടത്ത് കഴിയേണ്ട എന്തെങ്കിലും അത്യാവശ്യം പ്രതിക്ക് ഉണ്ടായിക്കൊടുന്നില്ല. ഈ കേസിലെ ഒന്നാം സാക്ഷിയായ അലക്സാണ്ടറിന്റെ മൊഴിയിൽ എങ്ങനെയെങ്കിലും പ്രതിയെ ശിക്ഷിപ്പിക്കണമെന്നുള്ള ആവേശമുണ്ടായിരുന്നു എന്നുള്ള സത്യം കോടതിയെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഈ വസ്തുതകളെല്ലാം കണക്കിലെടുക്കുമ്പോൾ പ്രതി നിരപരാധിയാണെന്ന് കോടതിക്ക് ബോധ്യപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
നിങ്ങളാണോ കമ്മീഷണർ ഗോപാലമേനോനെ അറസ്റ്റ് ചെയ്തത്? അതെ. പേരെന്താ? രാജൻ. ഇനീഷ്യലല്ലേ? ഉണ്ട്. കെ. ഉദ്യോഗം കിട്ടിയിട്ട് എത്ര നാളായി? ട്രെയിനിങ് ഉൾപ്പെടെ 2 വർഷം. ഏതെങ്കിലും മുതലാളിമാരാണോ ഉദ്യോഗം വാങ്ങിച്ചു തന്നത്? യുവർ ഓണർ, ഇത്തരം ചോദ്യങ്ങൾ അനുവദനീയമല്ല. ഈ കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്യാനും വേണ്ടത്ര തെളിവുകൾ ശേഖരിക്കാനും കഴിഞ്ഞത് SI രാജന്റെ അസാധാരണമായ കഴിവുകൾ കൊണ്ടാണ്. വ്യക്തിബന്ധങ്ങളെപ്പോലും വലിച്ചെറിഞ്ഞ് കൃത്യനിഷ്ഠയോടെ ഡ്യൂട്ടി നോക്കിയ ഉദ്യോഗസ്ഥരോട് അപഹാസ്യമായ ചോദ്യങ്ങൾ ചോദിക്കാൻ കോടതി അനുവദിക്കരുത്. ഒബ്ജക്ഷൻ സസ്റ്റെയിൻഡ്. ഐ എം സോറി യുവർ ഓണർ. ഡ്യൂട്ടിയിൽ കൃത്യനിഷ്ഠ പാലിക്കുന്നതിൽ ഏറ്റവും ഉന്നതനായ ഒരു പോലീസ് ഓഫീസറായിരുന്നു ഗോപാലമേനോൻ എന്നറിയാമോ? അറിയാം. ബ്ലൂ ഫിലിം നിർമ്മിച്ച അലക്സാണ്ടറെ അറസ്റ്റ് ചെയ്തത് നിങ്ങളാണ്? അല്ല, മറ്റൊരു ഇൻസ്പെക്ടറാണ്. സ്റ്റാർ ഹോട്ടൽ നിങ്ങളുടെ അതിർത്തിയിലായിരുന്നിട്ടും നിങ്ങൾ പോകാതിരുന്നത് എന്താ? ഞാനന്ന് ലീവിലായിരുന്നു. അലക്സാണ്ടറുടെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങിയിരുന്നുകൊണ്ടല്ലേ നിങ്ങളന്ന് ലീവ് എടുത്തത്? ഞാൻ ഇന്നുവരെ കൈക്കൂലി വാങ്ങിയിട്ടില്ല. അയാൾക്ക് ജാമ്യം നിഷേധിച്ചതിന്റെ പേരിൽ നിങ്ങളും കമ്മീഷണറും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായത് ശരിയാണോ? ഒരു പ്രതിക്ക് ജാമ്യം കൊടുക്കുന്ന കാര്യത്തിൽ കമ്മീഷണർ സാധാരണയിൽ കഴിഞ്ഞ് വാശി പിടിച്ചതുകൊണ്ട് ഞങ്ങൾ അതേപ്പറ്റി സംസാരിച്ചത് ശരിയാണ്. കമ്മീഷണർ തന്നെയാണ് രാഘവനെ കൊല ചെയ്തത് എന്നുള്ളതിന് നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ തെളിവ് അറസ്റ്റ് വാച്ച്. ആ വാച്ച് കമ്മീഷണർ തന്നെയാണ്. കമ്മീഷണർക്ക് അറസ്റ്റ് വാച്ച് സമ്മാനിച്ചത് ഈ പറയുന്ന SI തന്നെയല്ലേ? യുവർ ഓണർ, ഈ കേസിനെ മറ്റാരെയും വിസ്തരിക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. SI രാജൻ തന്നെയാണ് പ്രതിക്ക് വാച്ച് വാങ്ങിക്കൊടുത്തത്. എന്നിട്ട് അതേ വാച്ചാണ് കൊലക്കുറ്റത്തിന് തെളിവായി ഇപ്പോൾ കണ്ടെടുത്തിരിക്കുന്നത്. അലക്സാണ്ടറിന്റെ കയ്യിൽ നിന്ന് കൈക്കൂലിയും മറ്റാനുകൂല്യങ്ങളും സ്വീകരിച്ച SIക്ക് അയാളെ എങ്ങനെയെങ്കിലും പ്രീതിപ്പെടുത്തിയേ പറ്റൂ. അതിനുവേണ്ടിയാണ് ആ മോഡലിൽ ഒരു വാച്ച് കൊല നടന്നു എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കണ്ടെടുത്തു എന്ന് വരുത്തി ഇവിടെ തെളിവുണ്ടാക്കിയിരിക്കുന്നത്. SI രാജന് അലക്സാണ്ടറിനുള്ള വിധേയത്വവും അയാൾക്ക് കമ്മീഷണറോടുള്ള വിരോധവും കണക്കിലെടുക്കേണ്ടതാണെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ അപേക്ഷിക്കുന്നു. ഏറ്റവും നീചമായ ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് ഗോപാലമേനോൻ ഈ കേസിൽ പ്രതിയായിരിക്കുന്നതെന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ സ്വകാര്യ ജീവിതത്തിലോ ഔദ്യോഗിക ജീവിതത്തിലോ കളങ്കത്തിന്റെ നേരിയ പോറൽ പോലും ഏൽക്കാത്ത വ്യക്തി എന്ന നിലയിൽ പ്രതിക്ക് നീതിപൂർവവും ധാർമ്മികവുമായ വിധി ഉണ്ടാകണമെന്ന് ഞാൻ കോടതിയോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. പ്രതിക്ക് അവസാനമായി കോടതി എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടെങ്കിൽ ബോധിപ്പിക്കാം. എനിക്കൊന്നും പറയാനില്ല. ഏത് വിധി വന്നാലും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. അമ്മേ, ഇന്ന് കേസിന്റെ വിധി പറയുന്ന ദിവസമാണ്. ഈശ്വര, ഞങ്ങൾക്ക് ഒരു ദോഷവും വരുത്തരുത്. അമ്മ എന്തിനാ ഭയപ്പെടുന്നത്? അച്ഛനെ തീർച്ചയായും വെറുതെ വിട്ടു. ധൈര്യമായിരിക്കും. മോനെ, ഞാൻ പോയിട്ട് വരട്ടെ. ഈ കേസ് പ്രതിയും നിയമപാലനത്തെക്കുറിച്ച് ബോധവാനുമായ ഗോപാലമേനോൻ ഉത്തരവാദിത്വമുള്ള ഒരു ഔദ്യോഗിക പദവി നിലനിന്നിരുന്ന ഒരു കാലയളവിലാണ് രാഘവനെ കൊല ചെയ്തത് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. കോടതിയുടെ കാഴ്ചപ്പാടിൽ നിർദോഷിയായ രാഘവനെ നിയമപാലകനായ കമ്മീഷണർ ഗോപാലമേനോൻ അതിക്രൂരവും മൃഗീയവുമായി കൊലപ്പെടുത്തിയതായി തെളിഞ്ഞിരിക്കുന്നു. ആയതിനാൽ IPC 302 വകുപ്പ് അനുസരിച്ച് ശിക്ഷാർഹനായ പ്രതി ഗോപാലമേനോനെ മരിക്കുന്നതുവരെ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നതിന് കോടതി ഉത്തരവിടുന്നു.
ഒന്നുമില്ല. ഞാനൊരു ദുർസ്വപ്നം കണ്ടു മോനെ. എനിക്ക് വയ്യ, എനിക്ക് വയ്യ, എനിക്ക് വയ്യ, എനിക്ക് വയ്യ. ഓഗസ്റ്റ് 26 ഇനി എത്ര ദിവസമുണ്ട് മോനെ? അദ്ദേഹത്തെ രക്ഷിക്കാൻ ഇനി ഒരു വഴിയുമില്ല മക്കളെ. അമ്മ ഇപ്പൊ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട. ശോഭേ, അമ്മയെ നോക്കിക്കോളൂ. ശരിയേട്ടാ. നീ എന്തിനു വിഷമിക്കുന്നു? നിന്റെ ഡ്യൂട്ടി നീ ആത്മാർത്ഥയോട് ചെയ്തു. അതിലെനിക്ക് അഭിമാനമുണ്ട്. ഇപ്പോഴാണ് നീ കമ്മീഷണർ ഗോപാലമേനോന്റെ മോനായത്. അച്ഛനറിയില്ല, ലോകം മുഴുവൻ എന്നെ വെറുക്കുന്നു. അച്ഛനെ ദ്രോഹിച്ച മകനായിട്ടാണ് അമ്മയും ചേട്ടനും പോലും എന്നെ കാണുന്നത്. എന്തിന്? തെറ്റ് ചെയ്ത് ഞാൻ ശിക്ഷിക്കപ്പെടേണ്ടവനാണ്. സത്യവിരുദ്ധമായി നീ എന്നെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലേ ഞാൻ നിന്നെ വെറുക്കൂ. അച്ഛനെ പോലല്ല മറ്റുള്ളവർ ചിന്തിക്കുന്നത്. അതൊന്നും സാരമില്ല. നീ എന്നെപ്പോലെ തന്നെ ചിന്തിക്കണം. ഡിപ്പാർട്ട്മെന്റിൽ നീ എന്നേക്കാൾ വലിയവനാകണം. അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുള്ള ഓരോ വാക്കുകളും എന്റെ മനസ്സിലുണ്ട്. അത് മതി മോനെ. ഞാൻ തൂക്കുമരത്തിലേറുന്നോടെ എന്റെ എല്ലാ ഓർമ്മകളും അവസാനിക്കും. പക്ഷേ നാളെ ഈ ലോകം എന്നെ ഓർമ്മിക്കേണ്ടത് നിന്നിലൂടെയാണ്. അത് നീ മറക്കരുത്. നീ ഒരിക്കലും ഒരു റബ്ബർ സ്റ്റാമ്പാകരുത്. ഇല്ലച്ച. കുടുംബത്തിൽ മൂത്തവൻ വിജയനാണ്. അവനെ ചില ചുമതലകൾ ഏൽപ്പിക്കാനുണ്ട്. എനിക്കൊന്ന് കാണണമെന്ന് പറയും. പറയാമച്ച. പ്രായപൂർത്തിയായിട്ടും വിവാഹത്തിന് സമ്മതിക്കാതെ ഒരു കാമുകിയുടെ പിന്നാലെ ചുറ്റിത്തിരിയുന്ന ഭയങ്കരനാണ് ഈ പ്രതി. രാവിലെ അവളുടെ ഒരു കളി നിങ്ങൾ പറഞ്ഞാൽ മനസ്സിലായി. റാണി, അച്ഛന്റെ കാര്യത്തിൽ നമുക്കെല്ലാവർക്കും ദുഃഖമുണ്ട്. പക്ഷെ നമ്മളത് ഭാവിച്ചാൽ അമ്മയുടെ നില കൂടുതൽ കുഴപ്പത്തിലാവും. അമ്മയെ ആശ്വസിപ്പിക്കേണ്ടവളല്ലേ നീ. നീ ഇങ്ങനെ എപ്പോഴും കരയാൻ തുടങ്ങിയാൽ അമ്മയ്ക്ക് എങ്ങനെ മനസ്സമാധാനം ഉണ്ടാകും? ചെല്ലു, അമ്മയുടെ അടുത്തേക്ക് ചെല്ലു. വരൂ. ഒരച്ഛനെ രക്ഷിക്കാൻ വേണ്ടി ലോകത്തൊരു മകനും നീ ചെയ്തതിനപ്പുറം ചെയ്യാനില്ല. ഞാൻ തോറ്റുപോയച്ച. ഇല്ല മോനെ, ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ നീ നിന്റെ കടമ ഭംഗിയായി നിർവഹിച്ചു. നീ ഒന്ന് ഓർമ്മിക്കണം,
ബുദ്ധി കൊണ്ട് ചക്രവാളങ്ങളെ കീഴടക്കാൻ കഴിയും. പക്ഷേ സത്യമാരുടെ പിടിയിൽ ഒതുങ്ങുന്നതല്ല. അച്ഛനു വേണ്ടി ഞാൻ സുപ്രീം കോടതി വരെ പോകും. ഞാനിപ്പോ നിന്നെ വിളിപ്പിച്ചത് അതിനു വേണ്ടിയല്ല. റാണിയുടെ വിവാഹ നിശ്ചയം വെച്ചിരുന്ന ദിവസമാണ് എന്റെ കയ്യിൽ വിലങ്ങ് വീണത്. എത്രയും വേഗം അവളുടെ വിവാഹം നടത്തണം. കുടുംബത്തിൽ ഇനി നീയാണ് എന്റെ സ്ഥാനത്ത്. എല്ലാം എനിക്ക് ഓർമ്മയുണ്ട് അച്ഛ. നിന്റെ അമ്മ ഒരു ചുമട് താങ്ങിയാണ്. പക്ഷേ ഞാൻ ഏൽപ്പിച്ച ദുഃഖഭാരം അവൾക്ക് താങ്ങാൻ കഴിയാത്തതാണ്. മോനെ, ആ ചുമട് താങ്ങാനുള്ള തന്റെ ഇടം നിനക്കുണ്ടാകണം. അച്ഛൻ വിഷമിക്കരുത്. എന്നാലാകുന്നതെല്ലാം ഞാൻ ചെയ്യാം. എന്നാൽ ഇനി നീ എന്നെ കാണാൻ വരുന്നത് റാണിയുടെ വിവാഹ മുഹൂർത്തം നിശ്ചയിച്ചിട്ട് വേണം. ശരി അച്ഛ. മോളെ എന്തുണ്ടായി? മോളെ എന്തു പറ്റി? ദൈവമേ, ചതിച്ചു. അമ്മേ, റാണിയുടെ വിവാഹം നടത്തുന്ന ചുമതല അച്ഛൻ എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അത് ഉടനെ തന്നെ നടത്തും. അമ്മ എന്താ ഒന്നും മിണ്ടാത്തത്? അച്ഛന്റെ വാക്കനുസരിക്കേണ്ടത് എന്റെ കടമയല്ലേ? അതെ മോനെ. വിജയേട്ട, ആ റാണി, ഐജിയങ്ങളുടെ മകൻ നാളെ പെണ്ണ് കാണാൻ വരും. അമ്മേ, ഇവളോടൊന്ന് കുളിച്ച് ഡ്രസ് മാറി സന്തോഷമായിട്ട് നിൽക്കാൻ പറയണം. കേട്ടോളേ. ആ, എനിക്ക് അച്ഛന്റെ കേസിന് അപ്പീൽ കൊടുക്കാനായി ചില കാര്യങ്ങൾ ആലോചിക്കാനുണ്ട്. കോടതിയിലൊന്ന് പോയിട്ട് വരാം. വല്യേട്ട, എന്താ? എനിക്ക് അച്ഛനെ ഒന്ന് കാണണം. അതിനെന്താ? നിനക്ക് എപ്പോ വേണമെങ്കിലും കാണാൻ പറ്റും. കരയാതെ മോളെ, കരയാതെ. അച്ഛ, എല്ലാം അറിയാവുന്ന അച്ഛനാണോ ഇനിയും എനിക്ക് വിവാഹം നടത്തണമെന്ന് പറയുന്നത്? വേണം മോളെ, നീ കുടുംബത്തിലെ വിളക്കാണ്. ഇല്ലച്ച, ഞാൻ പുകയുന്ന കരിന്തിരിയാണ്. കാറ്റടിച്ച് വിളക്കണഞ്ഞാൽ അത് വിളക്കിന്റെ കുറ്റമല്ല മോളെ. എന്റെ ജീവിതം നശിച്ചു കഴിഞ്ഞതാണ് അച്ഛ. ഇല്ല മോളെ, നീ നശിച്ചതല്ല, നിന്നെ നശിപ്പിച്ചതാണ്. അത് ഈ ലോകത്ത് നിന്റെ സഹോദരന്മാർക്ക് പോലും അറിയില്ല. ഭയപ്പെടാതെ എന്റെ മോൾ വിവാഹത്തിന് സമ്മതിക്കണം. വേണ്ടച്ച. വേണം മോളെ. നിന്റെ കഴുത്തിൽ താലി കെട്ടിയെന്ന് അറിഞ്ഞിട്ട് വേണം എന്റെ കഴുത്തിൽ തൂക്കുകയറി വീഴാൻ. അച്ഛന്റെ അഭിമാനം നിലനിൽക്കണമെങ്കിൽ നിനക്കൊരു വിവാഹം നടക്കണം മോളെ. അച്ഛന്റെ അഭിമാനം ഞാൻ കാരണം നശിക്കില്ല. മതി മോളെ, എനിക്കത് മാത്രം മതി. അച്ഛൻ എന്നെ അനുഗ്രഹിക്കണം. ദൈവം എന്റെ മൂക്ക് നല്ലത് വരുത്തട്ടെ. മുഹൂർത്തം കുറിക്കുന്നതിൽ അവർക്ക് യാതൊരു വൈമനസ്സുമില്ലമ്മേ. ഐജിയങ്ങളുടെ മകനെ റാണിക്ക് ഇഷ്ടമായോ എന്ന് അമ്മ ചോദിച്ചു. നമ്മൾ തീരുമാനിക്കുന്ന വിവാഹത്തിന് അവൾക്ക് ഇഷ്ടക്കുറവൊന്നും ഉണ്ടാവില്ല. അങ്ങനെയല്ലമ്മേ, ഇന്നത്തെ കാലമാണ്. അച്ഛന്റെ സ്ഥാനത്ത് ഞാൻ നിന്ന് നടത്തുന്ന ഈ വിവാഹം ഭാവിയിൽ അവളെ നിരാശപ്പെടുത്തും. ഒരു കുഴപ്പവും ഉണ്ടാവില്ല.
എത്രയും വേഗം അവളുടെ വിവാഹം നടന്നാൽ മതി. ഏതായാലും അമ്മ ഒന്ന് ചോദിച്ചു നോക്കൂ. അവളുടെ സമ്മതത്തോടു കൂടിയായാൽ എനിക്ക് അത്രയ്ക്ക് മനസ്സമാധാനമാണ്. ശരി, ഞാൻ ചോദിച്ചു നോക്കാം. മോളെ 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 ദുഃഖമേ നീ അഗ്നിയോ നിന്നിൽ തുടങ്ങി പ്രപഞ്ചം, നിന്നിൽ ഒടുങ്ങും പ്രപഞ്ചം, നിന്നിൽ ഒടുങ്ങും പ്രപഞ്ചം. ഒരിക്കലും നിലയ്ക്കാത്ത കാലപ്രവാഹത്തിൽ ജനനവും മരണവും നീർപ്പോളകൾ. ദുഃഖമേ നീ അഗ്നിയോ നിന്നിൽ തുടങ്ങി പ്രപഞ്ചം, നിന്നിൽ ഒടുങ്ങും പ്രപഞ്ചം, നിന്നിൽ ഒടുങ്ങും പ്രപഞ്ചം. കൊഴിഞ്ഞല്ലോ പകരും മുൻപേ സ്നേഹാമൃതത്തിന്റെ പഴുമ്പ് പാത്രമുടഞ്ഞല്ലോ. വിധിയോ ഇതു ചതിയോ, വിധിയോ ഇതു ചതിയോ, പണം വിടർത്തുമി വിഷാഗ്നിജ്വാലകൾ, ഈ വിഷാഗ്നിജ്വാലകൾ. ദുഃഖമേ നീ അഗ്നിയോ നിന്നിൽ തുടങ്ങി പ്രപഞ്ചം, നിന്നിൽ ഒടുങ്ങും പ്രപഞ്ചം, നിന്നിൽ ഒടുങ്ങും പ്രപഞ്ചം. പകലിൻ പുഞ്ചിറകൊടിഞ്ഞല്ലോ, ഇരുളും വാനിൽ മൂകാന്ധകാരത്തിൽ കറുത്ത നാഗങ്ങൾ പിണഞ്ഞല്ലോ. മറക്കൂ മനസ്സേ നീണത്തിലേറിയും നിതാന്ത ജ്വാലകൾ, ഈ നിതാന്ത ജ്വാലകൾ. ദുഃഖമേ നീ അഗ്നിയോ നിന്നിൽ തുടങ്ങി പ്രപഞ്ചം, നിന്നിൽ ഒടുങ്ങും പ്രപഞ്ചം, നിന്നിൽ ഒടുങ്ങും പ്രപഞ്ചം. എത്രയും ആശ്വാസം. ഓൾ റൈറ്റ്. പക്ഷേ ഞാൻ മേനോൻ സാറിനെ വീട്ടിൽ കൊണ്ടുവരുന്നതിനുള്ള ഉത്തരവാദിത്വം മിസ്റ്റർ രാജനായിരിക്കും. എല്ലാം ഞാൻ ഏൽക്കുന്നു. ഓക്കെ.
വെച്ച മുറിയിലാണ്. ലക്ഷ്മി, 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 ലക്ഷ്മി. ഷാജൻ, സമയം വളരെ. അദ്ദേഹത്തെ വിളിക്കൂ. വരും. സാർ, അദ്ദേഹത്തെ കാണാനില്ലേ? എല്ലായിടവും പരിശോധിച്ചു. അച്ഛനവിടെ? അദ്ദേഹം പോയല്ലോ. എങ്ങോട്ട്? അതിലെ രാജൻ, എന്നോട് ചെയ്യണ്ടായിരുന്നു. ക്ഷമിക്കണം. എന്റെ വാക്ക് വിശ്വസിച്ചാണ് അമ്മയെ കാണാൻ നിങ്ങൾ അച്ഛൻ അനുവാദം കൊടുത്തത്. നിങ്ങളെ ഒരിക്കലും ഞാൻ അപകടത്തിലാക്കില്ല. എവിടെ പോയാലും ഞാൻ കണ്ടുപിടിക്കും. എന്ത് പറ്റിയാണ്? എളുപ്പം ഇത് പൊടിക്ക്. എന്റെ പിന്നാലെ പോലീസ് വരുന്നുണ്ട്. അങ്ങ് വിഷമിക്കണ്ട. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അങ്ങ് ആരും കൊണ്ടുപോയില്ല. വരൂ. എന്താണാവോ? അകത്ത് പോയി നോക്ക്. ഇവിടെ ആരും വന്നില്ല. ഇവിടെയൊന്നും ഇല്ല സാർ.
ഒരിക്കലും നശിക്കില്ല. തങ്കപ്പനോ? അതെ, ഇവിടെ നിൽക്കുന്നത് ആപത്താണ്. എന്നോടൊന്ന് ചോദിക്കൂ. വരണം സാർ. തൂക്കിക്കൊല്ലാമെന്ന് വെച്ച ഒരു കൊലപ്പുള്ളി ജയിൽ ചാടിപ്പോയെന്ന് പറയാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ? കമ്മീഷണറെ രക്ഷിക്കാൻ വേണ്ടി രാജൻ കരുതിക്കുട്ടി എന്നെ ചതിച്ചാണ് സാർ. എക്സ്ക്യൂസ് മീ സാർ, ഞാൻ ആരെയും ചതിച്ചിട്ടില്ല. ഡിപ്പാർട്ട്മെന്റിൽ ഒരു സബ് ഇൻസ്പെക്ടർ മാത്രമാണ് ഞാൻ. തടവ് ചാടിയ എന്റെ അച്ഛൻ ഒരു കമ്മീഷണർ. എന്റെ അച്ഛന്റെ അന്തസ് നിലനിർത്താൻ വേണ്ടിയെങ്കിലും അദ്ദേഹത്തെ പിടിക്കാനുള്ള ചാർജ് എനിക്ക് തരണം സാർ. മിസ്റ്റർ രാജൻ? യെസ് സാർ, അത് ഏറ്റെടുക്കാനാണ് വന്നത്. അങ്ങനെ വിശ്വസിക്കണം. വിഷ് യു ഓൾ സക്സസ്. താങ്ക് യു സാർ. കൊച്ചമ്മ ബോധം വീഴുമ്പോഴൊക്കെ അങ്ങേ കാണണം പറഞ്ഞ് നിലവിളിക്കുക. അങ്ങ് വീട്ടിൽ ചെല്ലുന്ന ഞാൻ വക്കീൽ സാറിന് വാക്ക് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ഉറങ്ങാതെ കാത്തിരിക്കും. ഞാൻ പോകാം. എനിക്ക് ലക്ഷ്മിയെ കാണണം. അങ്ങത്തെ ഒരു കാര്യം രാജൻ സാർ കണ്ടാൽ അപകടമാണ്. രാജനവിടെ പുറകെ വരുന്നുണ്ട്. ഇങ്ങെത്തി. കുഞ്ഞപ്പാ, ഞാൻ ഉറങ്ങാൻ പോവാ. ഏത് ഫോൺ വന്നാലും എന്നെ വിളിക്കണ്ട. ആരാ വിളിച്ചെന്ന് വിശദമായിട്ട് ചോദിച്ചു വയ്ക്കണം. കുഞ്ഞപ്പാ, ഈ പുസ്തകം എല്ലാവരും തന്നെ റൂമിൽ വെച്ചേക്ക്. ഞാൻ ഉറങ്ങാൻ പോവാ. എങ്ങനെ വന്നു? ഞാൻ പിന്നിലും മതിരിയാടി വന്നു. എത്ര നാളിങ്ങനെ ജീവിക്കും? എന്റെ ലക്ഷ്യം നിറവേറുന്നവരെ. നീ കരയരുത്. ഈ സന്ദർഭത്തിൽ നിനക്ക് ധൈര്യമുണ്ടെങ്കിലേ പറ്റൂ. ഞാനാകെ തളർന്നു കഴിഞ്ഞു. നീയോ? ഞാനാ. നീ ഇവിടെ എന്തെടുക്കായിരുന്നു? മൂത്രമൊഴിക്കാൻ ഇറങ്ങിയപ്പം പട്ടി ഓടിച്ചതാ. കുഞ്ഞെ, അങ്ങനെ രക്ഷപ്പെട്ടോ? രക്ഷപ്പെട്ടു. നീ വാ. ദൈവമേ.
pleasure, darling. Please take them. Please take them. Make yourself comfortable, please. Hello. I'm John Fernandez. Oh, hello, Mr. John Fernandez. I couldn't make it just for a minute. I was just wondering, would you please come? Madam, if you don't mind, this particular table is reserved for this gentleman. Would you mind to go over there? Thank you very much. Please get seated. Well, I'll be back in a minute. ആ ഗോപാലമേനൻ വേഷം മാറി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ പോലീസിൽ ഫോൺ ചെയ്യാം. അവന്റെ മകൻ തന്നെ അവനെ പിടികൂടും. രണ്ടിനെ ഒരുമിച്ച് തട്ടണം. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നതാണെന്ന് പറയാൻ പറ്റിയ സന്ദർഭം വേറെയില്ല. ഞങ്ങൾ ഏറ്റുമുതലാളി. Get going.
പൂവമ്പിൻ എന്റെ പൂവയ്യോ എയ്യും പൂവമ്പിൻ ഉല്ലാദ ലഹരിയിലാ. മുതലാളി, ആ തങ്കപ്പനാണ് ലൈറ്റ് ഓഫ് ചെയ്തത്. ഓഹോ, അപ്പോൾ അവനാണ്. അയ്യോ, എന്റെ കുഞ്ചിനെ ഉപദ്രവിക്കരുത്. എങ്കിൽ സത്യം പറയണം. കമ്മീഷണർ അവിടെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു. ഞാൻ പഴയ തീപ്പൊരി തങ്കപ്പനാവരുതെന്ന് കരുതിയതാണ്. നിന്റെ അലക്സാണ്ടറോട് പോയി പറയടാ പക്ഷികളെ, ഇന്നു മുതൽ ഞാൻ അവനോട് എഴുന്നേൽപ്പോനെ. ഉണ്ണി, ലക്ഷ്മി, തങ്കപ്പന്റെ ആലയിൽ നിന്നാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. എന്നെ സ്നേഹിച്ചു എന്ന പേരിൽ അലക്സാണ്ടറിന്റെ ആളുകൾ തങ്കപ്പനെ കൊന്നു. അവന്റെ മകൻ ഉണ്ണിയെ നമ്മുടെ മകനായി നീ വളർത്തണം. ഞാൻ അലക്സാണ്ടർ അടുത്തേക്ക് പോവുകയാണ്. നാളല്ലാത്ത പട്ടികളെ രണ്ടിനെ കൊല്ലം പറഞ്ഞിട്ട് തങ്കപ്പനെ മാത്രം കൊണ്ടിട്ട് വന്നിരിക്കുന്നു. എവിടെ മറ്റവൻ?
കൊലപാതകങ്ങളാക്കാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ അച്ഛൻ കൊല ചെയ്തത്. അലക്സാണ്ടറാണ് നമ്മുടെ നാടി മോളെ നശിപ്പിച്ചത്. അതേ മോനെ. എന്റെ കുടുംബം തകർത്ത ദ്രോഹി, നീ ഇനി ഒരു പെണ്ണിനെയും നശിപ്പിച്ചുകൂടാ. ഞാൻ എന്റെ ശപഥം നിറവേറ്റി. ഇനി നിനക്കെന്നെ അറസ്റ്റ് ചെയ്യാം.
മിസ്റ്റർ രാജൻ, ലക്ഷ്മി, നീ കരയാതെ. നിനക്ക് വിജയനും രാജനുമുണ്ട്. എന്നെ എന്നേക്കുമായി മറന്നേക്കൂ.